വിവാഹം കഴിഞ്ഞ് 10 വർഷം പോലും തികയും മുൻപ് ഭർത്താവിൻ്റെ ആകസ്മിക വിയോഗം. ചെറിയ പ്രായത്തിൽ വിധവയായ തങ്കമണി 2 മക്കളെയും വളർത്തി വലുതാക്കാൻ നന്നേ കഷ്ടപ്പെട്ടതാണ്. ഇതിൽ മകൻ നേരത്തെ മരിച്ചു. പിന്നെ തൻ്റെ ഏക മകൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം. ഒടുവിൽ മകളുടെ അവിഹിത ബന്ധം 75-കാരിയുടെ ജീവനെടുക്കുന്നതിൽ കലാശിക്കുന്നു. തൃശ്ശൂർ മുണ്ടൂരിൽ തങ്കമണി എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തു വന്നത് മകളുടെ വഴിവിട്ട ബന്ധത്തിൻ്റെ കഥകളാണ്. സ്വർണ്ണമാല തട്ടിയെടുക്കാൻ കാമുകനൊപ്പം ചേർന്ന് അമ്മയെ കൊലപ്പെടുത്തിയ മകളുടെ ക്രൂരത പുറലോകമറിഞ്ഞത് പോലീസിൻ്റെ അന്വേഷണ മികവിൽ. കേസിൽ മുണ്ടൂർ സ്വദേശിനി സന്ധ്യയും ആൺസുഹൃത്ത് നിധിനും പോലീസിൻ്റെ പിടിയിലാണ്. ഇരുവരും തമ്മിലുള്ള അടുപ്പം തങ്കമണി അറിഞ്ഞതാണോ കൊലയ്ക്ക് കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. നാൽപ്പത്തഞ്ചുകാരിയായ സന്ധ്യയും 27 വയസ്സുള്ള നിധിനും തമ്മിൽ കുറേ നാളുകളായി അടുപ്പത്തിലായിരുന്നു. സന്ധ്യയുടെ ഭർത്താവ് ഹോട്ടൽ തൊഴിലാളിയാണ്. രാവിലെ പണിക്ക് പോയാൽ രാത്രി വൈകിയേ വരൂ. മകനും പഠിക്കാൻ പോകും. നിധിൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. സന്ധ്യ ജോലിക്ക് പോകുന്നില്ല. അതായത് രാവിലെ സന്ധ്യയും നിധിനും വീടുകളിൽ തനിച്ച്. നിധിൻ്റെ വീട്ടിൽ ഇരുവരും പതിവായി കണ്ടുമുട്ടും. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. നിധിന് പലപ്പോഴായി സന്ധ്യ ഗൂഗിൾ പേ വഴി പണം നൽകിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ചയും നിധിൻ ഇവരുടെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ തങ്കമണിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പകൽ തങ്കമണി വീടിന്റെ പുറകിൽ നിൽക്കുന്ന സമയം നിധിൻ പിന്നിലൂടെ ചെന്ന് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. മരിച്ചെന്ന് ഉറപ്പായ ശേഷം മൃതദേഹം നേരെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. രാത്രിയിൽ ഉറങ്ങുന്നതിനിടെ പുറത്തേക്ക് പോയ തങ്കമണി ഉരലിൽ തലയിടിച്ച് വീണെന്ന് വരുത്താനായിരുന്നു പദ്ധതി. രാത്രി ഭർത്താവ് വന്നപ്പോൾ അമ്മ ഉറക്കമായെന്ന് സന്ധ്യ പറഞ്ഞു. അത് വിശ്വസിക്കുകയും ചെയ്തു. മകനെയും അങ്ങനെയാണ് അറിയിച്ചത്. അർദ്ധരാത്രി നിധിൻ വീണ്ടും സന്ധ്യയുടെ അടുത്തെത്തി. കട്ടിലിൽ കിടന്ന മൃതദേഹം നേരെ ഉരലിന് സമീപത്ത് കൊണ്ടുവന്ന് കിടത്തി. നേരം പുലർന്ന ഉടൻ തങ്കമണി ചേച്ചി വീണ് കിടക്കുന്നുവെന്ന് നിധിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തലയിടിച്ച് വീണതാകാമെന്ന് പ്രചരിപ്പിച്ചു. പോലീസിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയതും നിധിനാണ്. അതിനുശേഷം അയാൾ ശബരിമലയിലേക്ക് മുങ്ങി. ഇതിനെ അസ്വാഭാവികതകളാണ് പോലീസിന് തുമ്പായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായതോടെ എല്ലാം തെളിഞ്ഞു. കഴുത്തു ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് തങ്കമണിയെ കൊലപ്പെടുത്തിയത്. അതിനിടെ ശബരിമലയിലേക്ക് പോയ നിധിൻ തിരിച്ചു വന്നത് വീട്ടിലേക്കല്ല, സഹോദരിയുടെ വീട്ടിലേക്ക്. ഉടൻ സഹോദരിയുടെ വീട്ടിലെത്തി നിധിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോൺ പരിശോധിച്ചതോടെ സന്ധ്യയുമായുള്ള വഴിവിട്ട സൗഹൃദവും പുറത്തു വന്നു. ഗൂഗിൾ പേ വഴി നിധിന് സന്ധ്യ പലപ്പോഴായി പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. നിരന്തരം ഫോൺ വിളികളുമുണ്ട്. തങ്കമണി കൊല്ലപ്പെട്ട ദിവസവും രാത്രിയും പുലർച്ചെയുമെല്ലാം ഇരുവരും ഫോണിൽ സംസാരിച്ചു. ഇതെല്ലാം മനസ്സിലാക്കി സന്ധ്യയെയും പോലീസ് ചോദ്യം ചെയ്തു. തങ്കമണിയുടെ മാലയുടെ പൊട്ടിയ ഭാഗം അലമാരിയിൽ നിന്ന് കണ്ടെടുത്തു. ബാക്കി ഭാഗം മുണ്ടൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 1.25 ലക്ഷം രൂപ കൈപ്പറ്റിയതായി നിധിൻ മൊഴി നൽകി. മാല തട്ടിയെടുക്കാനാണ് കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. ന്യൂസ് 18 തൃശ്ശൂർ.